ജൂലൈ 22 മുതൽ 26 വരെ ബ്രസീലിലെ ഫോർട്ടലേസയിൽ നടന്ന 29ാമത് ഹല്ലേലൂയ ഫെസ്റ്റിവൽ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും മഹോത്സവമായി. ഷാലോം കത്തോലിക്ക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 5 ദിവസത്തെ ആഘോഷത്തിൽ 10 ലക്ഷത്തിലധികം വിശ്വാസികൾ പങ്കെടുത്തതായി സംഘാടകർ അറിയിച്ചു. ദിവ്യബലി, ആരാധന, കത്തോലിക്ക സംഗീത പരിപാടികൾ, പ്രാർത്ഥനാ ശുശ്രൂഷകൾ, കായിക സാംസ്കാരിക പരിപാടികൾ, രക്തദാന ക്യാമ്പുകൾ, നിർധനർക്കായുള്ള ഭക്ഷ്യശേഖരണ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ വിശ്വാസവും കാരുണ്യവും ഒരുമിപ്പിച്ച വേദിയായി ഹല്ലേലൂയ ഫെസ്റ്റിവൽ മാറി. പ്രത്യേക ആവശ്യങ്ങളുള്ളവർക്കും ന്യൂറോ ഡൈവേർജൻ സന്ദർശകർക്കുമായി പ്രത്യേക സൗകര്യങ്ങളും ഇത്തവണ ഒരുക്കിയിരുന്നു. ഫെസ്റ്റിവലിന് ഏറ്റവും വലിയ ആത്മീയ പ്രചോദനമായത് ലയോ 14 പാപ്പയുടെ പ്രത്യേക വീഡിയോ സന്ദേശമായിരുന്നു. ബ്രസീലിനായി പ്രത്യേകമായി പാപ്പ നൽകിയ ആദ്യ വീഡിയോ സന്ദേശമാണിതെന്ന് സംഘാടകർ വ്യക്തമാക്കി. പരിശുദ്ധാത്മാവ് യുവജനങ്ങളുടെ ആവേശത്തെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ശക്തിയാക്കി മാറ്റട്ടെയെന്ന് പാപ്പ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. ക്രിസ്തുവാണ് മനുഷ്യഹൃദയത്തിന്റെ ആഴത്തിലുള്ള ദാഹങ്ങൾക്ക് ഉത്തരം നൽകുന്നതെന്നും ധൈര്യത്തോടെ സുവിശേഷം പ്രഖ്യാപിക്കാനും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാനും ക്രൈസ്തവ സാക്ഷ്യത്തിൽ സ്ഥിരത പുലർത്താനും യുവജനങ്ങളെ പാപ്പ പ്രോത്സാഹിപ്പിച്ചു. വാഴ്ത്തപ്പെട്ട കാർലോ അക്യുട്ടിസിന്റെ മാതൃക പിന്തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളും കൃത്രിമ ബുദ്ധിയും സുവിശേഷവത്കരണത്തിനായി ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണമെന്നും സാങ്കേതികവിദ്യ ഒരിക്കലും മനുഷ്യബന്ധങ്ങളെയും ക്രിസ്തീയ മൂല്യങ്ങളെയും പകരം വയ്ക്കാൻ അനുവദിക്കരുതെന്നും ലയോ പാപ്പ ഓർമ്മിപ്പിച്ചു. വിശ്വാസവും സേവനവും പ്രത്യാശയും ലോകമെമ്പാടും പകർന്നു നൽകാൻ പുതുവീര്യവുമായി യുവജനങ്ങൾ മുന്നേറണമെന്ന ആഹ്വാനത്തോടെയാണ് 29ാമത് ഹല്ലേലൂയ ഫെസ്റ്റിവൽ സമാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.